രാവിലെ തന്നെ നല്ല മഴയാ. പക്ഷേ ജോലിക്ക് പോകുന്ന കാര്യമാണ് പാട്. ഇതെന്താ ബ്രോ, മാങ്ങ പഴുപ്പിക്കാൻ വെച്ചേക്കുന്ന പോലെ ചക്ക രസമുണ്ടല്ലേ? സിറ്റി ലൈഫിൽ ഇതൊക്കെ ഒരു സാധാരണ വിഷയമാണല്ലേ? തറയിൽ കിടക്കുന്നത് പോലെ എടുക്കാൻ പാടില്ല, ക്യാമറ കണ്ടാൽ ഫൈൻ അടിക്കും. പതിവ് പോലെ ജോലിക്ക്. ഞാനിപ്പോൾ ഉള്ളത് ടാമ്പരീസ് മാളിന് അടുത്താണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രോഗ്രാമുകൾ മാളിന് കിട്ടായിട്ടുണ്ടാവും. കവായി എന്ന് പറഞ്ഞാൽ ക്യൂട്ട് എന്നാണ് ജാപ്പനീസ്. സോ ഇതെല്ലാം എനിക്ക് സുഗോക്കു കവായി ആണ്. ജോലിക്ക് കയറാൻ ടൈം ആയിക്കൊണ്ടിരുന്നു, പക്ഷേ എനിക്കിത് കണ്ട് പോകാൻ തോന്നിയില്ല. ജപ്പാൻകാർക്ക് കൾച്ചറലി ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് പൂച്ചകൾ. അവ ഭാഗ്യം, സമൃദ്ധി, സമ്പത്ത് എന്നിവയുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. കടയുടെ മുന്നിൽ കൈവീശിക്കൊണ്ട് ഒരു ചെറിയ പൂച്ച. കാണുന്നവർക്ക് അത് വെറും ഒരു ഡെക്കറേഷൻ പോലെ തോന്നാം, പക്ഷേ അതിനു പിന്നിൽ ഒരു മനോഹരമായ ആശയമുണ്ട്. പണ്ട് ഒരു ചെറിയ കടയുടമ തന്റെ കടയുടെ വാതിൽക്കൽ ഒരു പൂച്ചയെ വളർത്തിയത്രേ. ആ പൂച്ച ദിവസവും വാതിൽക്കലിരുന്ന് വരുന്ന ആളുകളെ നോക്കിക്കൊണ്ടിരിക്കും. കടയിലേക്ക് വരുന്നവർ പൂച്ചയെ കണ്ട് സന്തോഷിക്കുകയും അതിനെ തലോടുകയും ചെയ്തു. പതിയെ ആ കടയിൽ കൂടുതൽ ആളുകൾ വരാൻ തുടങ്ങി. അതോടെ ആ പൂച്ചയെ ഭാഗ്യം കൊണ്ടുവരുന്ന ചെറിയ കൂട്ടുകാരൻ എന്ന രീതിയിൽ ആളുകൾ കാണാൻ തുടങ്ങി. ഇങ്ങനെയാണ് പൂച്ചയും ഭാഗ്യം, സമൃദ്ധി, സന്തോഷം എന്നിവയുമായി ബന്ധപ്പെട്ട കഥകളും വിശ്വാസങ്ങളും ജനപ്രിയമായത്. ഇന്നിനിപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും മതാനെ ബഗായ്സ്.